Hi friends, welcome back to my channel, Your Online Teacher. മക്കളെ ഞാൻ നിങ്ങൾക്കുണ്ടല്ലോ ഒരു 100% ഉറപ്പ് തരാണ്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ +2 അക്കൗണ്ടൻസിൽ റിയലൈസേഷൻ അക്കൗണ്ട് നിങ്ങളുടെ തെറ്റില്ല. ഇതുവരെ നിങ്ങളത് ബുദ്ധിമുട്ടാണെന്ന് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിരുന്നല്ലോ ഇതെന്ന് നിങ്ങൾക്ക് തോന്നും. ആ രീതിക്കാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് നിങ്ങളെന്ത് ചെയ്യണം? ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണുക കേട്ടോ. എന്നിട്ടൊരു പ്രോബ്ലം കൂടി തനിയെ ചെയ്ത് നോക്കി, സെറ്റാണ്. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം ഇത് റീവാലുവേഷൻ അക്കൗണ്ട് ഞാൻ നിങ്ങൾ ഈസി ആയിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇത് അതുപോലെയല്ല, ഇത് വേറെ രീതിക്കാണ് ചെയ്യുന്നത്. നോക്കാം. നമ്മളെപ്പോഴും ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ ഒരു VIP അവിടെ കിടപ്പുണ്ടോ എന്ന് നോക്കണം. VIP ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതാണ്. ജനറൽ റിസർവ് ഇത് VIP ആണ്. അതൊന്ന് വട്ടോട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അവൻ അവിടെ നിൽക്കട്ടെ. നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇപ്പോൾ ചെയ്യുന്നില്ല, റിയലൈസേഷൻ അക്കൗണ്ടാണ് ചെയ്യുന്നത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്യുമ്പോൾ VIPയുടെ ആവശ്യമുള്ളൂ. എന്നാലും അതൊന്ന് എപ്പോഴും നോട്ട് ചെയ്ത് വട്ടം വരച്ചിട്ടേക്കാം. എന്തൊക്കെയാണ് റിയലൈസേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്? റിയലൈസേഷൻ എക്സ്പെൻസ് 4000 രൂപയുണ്ട്. ഓക്കെ, ഡെറ്റർ നമ്മളൊരു 5% കുറച്ചിട്ടാണ് നമുക്ക് പൈസ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, സ്റ്റോക്ക് വിറ്റ് 50,000 രൂപ കിട്ടി. ഫിക്സഡ് അസറ്റും ലാൻഡും ഫർണിച്ചറൊക്കെ വിറ്റ് ഇത്ര കിട്ടി. അൺറെക്കോർഡ് അസറ്റ് 5000 ഉണ്ടായിരുന്നു, അതും എടുത്തു. ക്രെഡിറ്റർക്ക് ഫുൾ പൈസ കൊടുത്തു. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള എല്ലാ അസറ്റും ഇവിടെ വിറ്റിട്ടുണ്ടോ എന്ന് നോക്കണം. സ്റ്റോക്കിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡെറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ പറ്റിയിട്ടും ഫർണിച്ചറിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാ അസറ്റും, ഓക്കെ, അസറ്റ് ഇവിടെയല്ലേ കിടക്കുന്നത്, എല്ലാ അസറ്റും എടുത്തിട്ട് നമ്മുടെ റിയലൈസേഷൻ്റെ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, പക്ഷെ എന്തെഴുതാൻ പാടില്ല? ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ എഴുതാൻ പാടില്ല. കാരണം എന്താ? നമ്മൾ വിൽക്കാൻ വേണ്ടി ഇതിലേക്ക് മാറ്റുന്നത്. ക്യാഷ് ബാങ്ക് വിൽക്കാനുണ്ടോ? പൈസ ആയിട്ടന്നെ നമ്മുടെ കയ്യിലില്ലേ, അപ്പോൾ അത് മാറ്റണ്ട. സ്റ്റോക്ക് 60,000, സൺഡേ ഡേറ്റേഴ്സ് 75,000, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1,00,000, ഫർണിച്ചർ 20,000 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് മാറ്റാം. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റാം. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ടു അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നായിട്ട് എഴുതാം. സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ. സിമ്പിളായിട്ട് നിങ്ങൾ അവസാനം വരെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും ഇത് ശരിയാക്കാൻ പറ്റും. 60, 75, 1,00,000, 20. $1,20,000. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലയബിലിറ്റീസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇതേപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, റിയലൈസേഷൻ്റെ ഈ സൈഡിലേക്ക് മാറ്റണം. പക്ഷെ അത് മാറ്റുമ്പോൾ ഏതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പാടില്ല? പാർട്ട്നേഴ്സ് ക്യാപിറ്റലോ ജനറൽ റിസർവോ മാറ്റാൻ പാടില്ല. അത് റൂളാണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റലും മാറ്റണ്ട, റിസർവ് മാറ്റണ്ട. അല്ലാത്ത ലയബിലിറ്റി എല്ലാം മാറ്റുക. അല്ലാത്ത എന്താ ഉള്ളൂ? സൺഡ്രി ക്രെഡിറ്റേഴ്സ് 45,000 ഉള്ളൂ. അപ്പോൾ അത് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ ബൈ ലയബിലിറ്റീസ് എന്ന് എഴുതാം. അതിലെന്താ മാറ്റാനുള്ളൂ? സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ സൺഡ്രി ക്രെഡിറ്റേഴ്സ് 45,000. ഓക്കെ, അത് മാറ്റി. ഇനി ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള മുഴുവൻ അസറ്റും വിൽക്കണം. അസറ്റ് ഉണ്ടെങ്കിൽ വിൽക്കണം, ബിസിനസ് അടച്ചുപൂട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, എല്ലാം ഓപ്പോസിറ്റ് സൈഡിൽ കളിയാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ പഠിക്കാൻ എളുപ്പമുണ്ട്. ഇതിന് ലോജിക്ക് ഉണ്ട്, പക്ഷേ ലോജിക്ക് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം. അസറ്റ് വിറ്റു, പണം കിട്ടി, ബൈ ബാങ്ക്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കാം ഏതൊക്കെ വിറ്റ് എന്തൊക്കെ കിട്ടിയെന്നുള്ളത്. സ്റ്റോക്ക് വിറ്റിട്ട് 50,000 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നെ 50,000 കിട്ടി. പിന്നെ അതേപോലെ ലാൻഡ് ആൻഡ് ബിൽഡിങ് ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് 1,40,000, പിന്നെ 18,000 കിട്ടിയിട്ടുണ്ട്. അതും ആഡ് ചെയ്ത് അപ്പോൾ മൊത്തം 2,80,000. പിന്നെ ഡെറ്റേഴ്സ് 5% കുറച്ചിട്ടാണ് കിട്ടിയേക്കുന്നത്. ഡെറ്റേഴ്സ് 75,000. 75,000-ൻ്റെ 5% എത്രയാണ്? 75,000 ഇൻറ്റു 5% എന്ന് പറയുമ്പോൾ 3,750. 3,750 രൂപ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അത് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര വരും? 71,250 ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത് 71,250. സ്റ്റോക്ക് വിറ്റ് കിട്ടിയത് 50,000. അസറ്റ്സ് വിറ്റിട്ട് 1,40,000, 18,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതെല്ലാം അങ്ങനെ വിറ്റ് നമുക്ക് കിട്ടിയേക്കുന്ന തുക എന്ന് പറയുന്നത് 2,79,250 അത് ഞാനിവിടെ എഴുതുന്നു. 2,79,250. ഓക്കെ, ഇനി വേറെ അസറ്റിനെ പറ്റിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അൺറെക്കോർഡഡ് അസറ്റ് 5,000 ഉണ്ടായിരുന്നു, മധു എടുത്തു എന്ന് പറയുന്നു. അസറ്റ് വിൽക്കണം, വിൽക്കുമ്പോൾ ബൈ ബാങ്ക് എന്ന് എഴുതാം. ഇവിടെ നമുക്ക് വിൽക്കാൻ പറ്റിയില്ല, മധു എടുത്തോണ്ട് ബൈ മധുസ് ക്യാപിറ്റൽ എന്ന് എഴുതാം. വിൽക്കണം എന്നാണ് നിയമം. വിൽക്കാൻ പറ്റിയില്ല, വിറ്റാലേ ബാങ്ക് വരുള്ളൂ. വിറ്റില്ല, മധു എടുത്തു, ബൈ മധുസ് ക്യാപിറ്റൽ. അയാൾ എത്ര രൂപയ്ക്ക് അത് എടുത്തത്? അയാൾ 5,000 രൂപക്കാണ് എടുത്തത്. അപ്പോൾ 5,000 എഴുതി. അപ്പോൾ നമ്മളിതാ നമ്മുടെ അസറ്റുകളെല്ലാം വിൽക്കും, പാർട്ട്ണർക്ക് എടുത്തതും ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലയബിലിറ്റി എല്ലാം പേ ചെയ്യണം. ലയബിലിറ്റി ക്രെഡിറ്റർ മാത്രമല്ലേ ഉള്ളൂ. പേ ചെയ്യുമ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ടു ബാങ്ക് എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടു ബാങ്ക് എന്ന് എഴുതാം. ടു ബാങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മാത്രം നിങ്ങൾ ബ്രാക്കറ്റിൽ ക്രെഡിറ്റേഴ്സ് എന്ന് എഴുതിയാൽ മതി. അത് ഫുൾ പേയ്മെൻറ്റ് കൊടുത്തു എന്ന് പറയുന്നത്. സോ 45,000 രൂപ കൊടുത്തു. ഓക്കെ, അപ്പോൾ അസറ്റുകളെല്ലാം നമ്മൾ വിറ്റു, ലയബിലിറ്റി എല്ലാം പേ ചെയ്തു. ക്ലിയർ ആണല്ലോ? ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞ ഒരു 4,000 വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ 4,000 രൂപ നമ്മൾ കൊടുക്കണ്ടേ? പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ എൻട്രി എന്താ? ടു ബാങ്ക്. അത്രേ ഉള്ളൂ. റിയലൈസേഷൻ ടു ബാങ്ക് 4,000 അതും കൊടുത്തു. ഇനി വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ? റിയലൈസേഷൻ, ഡെറ്റർ, സ്റ്റോക്ക്, അസറ്റ്, അൺറെക്കോർഡ് അസറ്റ്, ക്രെഡിറ്റ് എല്ലാം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ റിയലൈസേഷൻ അക്കൗണ്ട്. ഓർഡർ എന്താ? അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുക. അസറ്റ് വിൽക്കുക, ലയബിലിറ്റി പേ ചെയ്യുക. പാർട്ട്ണർ എടുത്തുനിന്ന് പാർട്ട്ണർക്ക് കൊടുക്കുക. റിയലൈസേഷൻ എക്സ്പെൻസിൻ്റെ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അതും എഴുതുക. അത്രയേ ഉള്ളൂ. ഓക്കെ, സിമ്പിളാണ്. ഇത് നമുക്കത് ബാലൻസ് ചെയ്യാം. 60,000, 75,000, 1,20,000, 49,000, മൊത്തം 3,04,000. ഇവിടെ 3,04,000. ഇതായിരിക്കണം വലുത്. നോക്കട്ടെ കേട്ടോ. ഇവിടെ ടോട്ടൽ 45,000, 2,79,250, 5,000. ഓ, ഇതല്ല വലുത്. 3,29,250 വലുത്. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. 3,29,250. 3,29,250. അതിൽ നിന്ന് ഈ 3,04,000 കുറയ്ക്കാം. 25,250 കിട്ടും. അതാണ് എന്ത് ബാക്കിയുള്ളത്. ഇവിടെ കുറവുള്ളത് 25,250. ഇത് റിയലൈസേഷൻ്റെ പ്രോഫിറ്റാണ്. ഇത് ആർക്കെടുക്കാം? ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നമ്മുടെ ഇവിടെ പാർട്ട്ണറായിട്ടുള്ളത് ആരാണ്? മധു, മുരളി. അവർക്ക് 2:1 റേഷ്യോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് ടു മധുസ് ക്യാപിറ്റൽ, ടു മുരളീസ് ക്യാപിറ്റൽ 2:1 ആണ്. അപ്പോൾ ഇൻറ്റു 2/3 16,833 25,250 ഇൻറ്റു 1/3 8,417. ഓക്കെ, ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ട്. സിമ്പിളാണ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ലയബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുക. അസറ്റ് വിൽക്കാൻ നേരത്തെ ഇങ്ങോട്ട് എഴുതാം, ലയബിലിറ്റി പേ ചെയ്യാൻ നേരത്തെ ഇങ്ങോട്ട് എഴുതാം. പാർട്ണർ എടുത്തെന്ന് പറഞ്ഞാൽ ബാങ്കിന് വരും പാർട്ണറുടെ പേര് എഴുതാം. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് ഡിഫറൻസ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. സിമ്പിൾ അല്ലേ? ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് സിമ്പിൾ അല്ലേ എന്നുള്ളത്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.